ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നവംബർ 15 ശനിയാഴ്ച. ഇന്ന് ഞങ്ങളുടെ അപ്പായുടെ ആരുടെ ബർത്ത്ഡേ ആണ് ഡ്രസ്സു? ആരുടെ ഹാപ്പി ബർത്ത്ഡേ? യെസ്, അവിടെ കേക്ക് കഴിക്കുന്നവരെ തിരക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ മിസ്റ്റർ റോബിൻ ചേട്ടായുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ആരൊന്നുമല്ല ആണ്. അപ്പോൾ ഇന്ന് അതിൻ്റെതായ കുറച്ച് പരിപാടികൾ, രാവിലെ കുറച്ച് കുക്കിംഗ്. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആൾക്കൊരു ഹാപ്പി ഡേ കൊടുക്കാനാണ് എൻ്റെ ശ്രമം. അതിൽ മുഖ്യം ഫുഡാണല്ലോ. ബർത്ത്ഡേക്ക് എന്താ ഞാൻ ഉണ്ടാക്കി തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വലിയ കാര്യമായിട്ട് എന്നോട് പറഞ്ഞു ചക്കയും ചിക്കനും അല്ലെങ്കിൽ മീൻ കറിയും കപ്പയും എന്ന്. എന്താണേലും ആ രണ്ടും എനിക്കിപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് ഇടിയപ്പവും എഗ് സ്റ്റൂ ഇഷ്ടമാണ്, എന്നാൽ അതുണ്ടാക്കാമെന്ന് ഓർത്തു. ഒരുപാട് ഇഷ്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഇടിയപ്പവും എഗ് സ്റ്റൂവും. പിന്നെ ഉണ്ടാക്കാൻ എനിക്ക് ഈസിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് തകൃതിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ പുള്ളിക്ക് സർപ്രൈസസ് ഒക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ആൾക്ക് സർപ്രൈസിനേക്കാളും ഒക്കെ ഇഷ്ടം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന്. അതുമാത്രമല്ല, നമ്മുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഒരു പരാതിയില്ലാതെ എല്ലാത്തിനും കൂടെ ഇങ്ങനെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അതായത് ഞങ്ങളുടെ കൊച്ചുണ്ടാകുന്നതിന് മുന്നേ വരെ രാത്രി എത്ര ലേറ്റായാലും ചേട്ടായി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും ഇരുന്ന് സിനിമ കാണുകയും അന്നത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പതുക്കെ നിന്നുപോയി. എന്നിട്ടൊന്നും ആളെന്നോടൊരു പരാതി പറയുകയോ ബുദ്ധിമുട്ട് കാണിക്കുകയോ ഒന്നുമില്ല. ഇങ്ങനെ എല്ലാം മനസ്സിലാക്കി ഞങ്ങളെ രണ്ടാളെ ഇങ്ങനെ ചേർത്ത് നിർത്തും. അതിനൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ ഇടിയപ്പവും എഗ് സ്റ്റൂവും ഒക്കെ റെഡിയായി. ഇനി അടുത്ത പരിപാടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഴയ ഷീറ്റ് മാറ്റിയിട്ട് ഞാൻ വേറൊരു ഷീറ്റ് എടുത്തിട്ടു. അന്നേരം രണ്ടാളും എൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, ഒന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാം എനിക്ക് അന്നേരം എന്താണ് തോന്നുന്നത് അങ്ങനെ ചെയ്തങ്ങ് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കേക്കൊക്കെ ഞാൻ ഇന്നലെ തന്നെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആയിരുന്നു. പക്ഷേ ഞാൻ ചെന്ന സമയം ഏകദേശം രാത്രി 10:30-11 മണിയായിരുന്നു. അതുകൊണ്ട് ബട്ടർ സ്കോച്ച് ഫ്ലേവർ കിട്ടിയില്ല. പകരം എന്തോ ഒരു മലായി ആ ഫ്ലേവറായിരുന്നു ഇത്. എന്നാലും ഓക്കെ ആയിരുന്നു. സ്വിസ് കാസിൽ എന്ന ബ്രാൻഡിൻ്റെ കേക്കായിരുന്നു. ഇത് മൊത്തം പ്യുവർ വെജിറ്റേറിയൻ കേക്കാണ്. പ്രത്യേകിച്ചൊരു തീമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേക്കും ലൈറ്റും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാൻഡിൽസും ഒക്കെ വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. അറേഞ്ച്മെൻ്റ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ചേട്ടയ്ക്ക് വേണ്ടി എൻ്റെ സമയം, എൻ്റെ എനർജി ഇതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം, അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അന്നേരം മൊത്തം. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 10:30-11 മണിയായി. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, അവിടെ പോകണമായിരുന്നു. അപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ പതുക്കെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പ്രവേശിച്ചു. അപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൊരു ഉമ്മ കൊടുത്തേ. ഒന്നൂടെ ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ പറടാ. അപ്പയോട് പറ. അതില്ല കേക്ക് എവിടെ പോവാ? അയ്യോ, ഇത് കേക്ക് വെച്ചിട്ടാണ് പോന്നേ. ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് ക്വിക്കായിട്ട് ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.